ഇന്നിപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിനകത്തോട്ട് ഞാനിവിടെ മസ്റ്റാർഡ് ഓയിലാണ്, അതായത് കടുകെണ്ണയാട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ചധികം നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ അതിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വറുത്ത് കോരിയതിന് ശേഷം പിന്നെ ആ സെയിം എണ്ണയിൽ തന്നെ ഞാൻ കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കിസ്മിസും നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പം അത് കോരിയെടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എണ്ണ ഇപ്പോൾ ഈ കളറാകാൻ കാരണം നമ്മൾ കപ്പലണ്ടി ഇട്ട് വറുത്തുകൊണ്ടാട്ടോ, അല്ലാണ്ട് എണ്ണ മോശമായതൊന്നുമല്ല. പിന്നെ കടുകെണ്ണയ്ക്ക് ഓൾറെഡി ഒരു ബ്ലാക്ക് കളറാണ്. അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ട് കടുകെണ്ണയിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്, കാരണം അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാനായിട്ട്. എന്നിട്ട് അതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ച് പപ്പടം ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തിട്ട് അതും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ലാസ്റ്റ് ആ എണ്ണയ്ക്കകത്തോട്ട് ഞാൻ അവലാട്ടോ ഇത് വറുത്തെടുക്കുന്നത്. അവൽ നന്നായിട്ട് അരിപ്പയിൽ അരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് നല്ല ക്ലീൻ ആയിട്ടുള്ള അവലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല സെൻറ്റഡ് അവലാട്ടോ, നല്ല സ്മെല്ലാണ് ഈ ഒരു അവലിന്. അപ്പോൾ നമുക്ക് ഏത് അവൽ വേണേലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും ഞാൻ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പപ്പടം വറുത്തതിനായിട്ട് ഞാൻ കുറച്ച് മിക്സറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഏത് മിക്സ്ചർ വേണേലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കപ്പലണ്ടി വറുത്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഞാൻ ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി മിക്സ്ചറിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു കപ്പലണ്ടി ഉണ്ട്, അതുകൊണ്ടാട്ടോ. ഇനിയിപ്പം ഇതിനകത്തോട്ട് കാഷ്യൂനട്ടും അതുപോലെ ബദാം കിസ്മിസും കൂടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയൊക്കെ ഫ്രൈ ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ. അതുപോലെ കറിവേപ്പില ഇതൊക്കെ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതാണ്. തേങ്ങയും കറിവേപ്പിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ കറിവേപ്പൊക്കെ വെട്ടിക്കളഞ്ഞല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് പോർഷൻ മിക്സ് ചെയ്തതിന് ശേഷം എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. കാരണം അത് ഞാൻ കുറച്ച് മസാലകളൊക്കെ ഇട്ട് മിക്സ് ചെയ്യാനായിട്ടാണ്. കാരണം ഇവിടെ ചാന മസാല ഒന്നും ഇടുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ഈ ഒരു മിക്സിങ്ങിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർന്ന് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്നാക്ക് ഈ നോർത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇത് സ്റ്റോറബിളാണ്. നമ്മൾക്ക് എത്ര നാൾ വേണേലും ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇത് നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്ന എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്കിത് ട്രാവൽ ചെയ്യുമ്പോൾ ഇത് കൂടെ കൊണ്ടുപോയി യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് ശരീരത്തിന് മറ്റൊരു ദോഷമില്ല, വയറിന് ഒരു ദോഷം ഉണ്ടാകത്തില്ല. തന്നെയല്ല, ഇവിടെ ആളുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആട്ടോ കൂടുതൽ. നിങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടായിരിക്കും. അവരുടെ കയ്യിൽ ഇതുപോലുള്ള കുറേ ഡ്രൈഡ് ഐറ്റംസ് ആയിരിക്കും. ഇതൊക്കെ കഴിക്കുന്നത് തന്നെ നമ്മുടെ വയറിനൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ അതുപോലെ ഏറ്റവും അധികം ഇവിടുത്തെ ആളുകൾ ഇതൊക്കെയാണ് ചെറിയ സ്നാക്സുകളായിട്ട് യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള ഡ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസാണ്. അതുപോലെ പഫ്ഡ് റൈസ് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഒരു ടേസ്റ്റി ആയിട്ടിരിക്കുന്ന സ്നാക്കാട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അപ്പുറത്ത് അത് സിമ്പിളായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചാട്ട് മസാല ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാട്ട് മസാല ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. അത് ഒരു സ്വല്പം എരിവിനും പിന്നെ ഒരു സ്വല്പം കളർ ചേഞ്ചിനും കൂടെ വേണ്ടിയാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിന് വേറൊരു എന്താ പറയുക, സോർ ആൻഡ് സ്വീറ്റ് ടേസ്റ്റാണ്. അപ്പോൾ അതങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തിരിക്കുന്ന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് അത്യാവശ്യം തണുത്തതാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണേലും കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിന് ഈവനിങ് ടൈമിലോ അല്ലെങ്കിൽ വിശക്കുന്ന സമയത്ത് കുറച്ചെടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പ് മാറിപ്പോകും. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.